ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി 1 മുതൽ 2 വരെ. ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? ദൈവവചനമായ ബൈബിൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ദൈവം ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ആദാം എന്ന് പേരിട്ടു. ഭൂമിയിൽ നിന്നുള്ള പൊടിയിൽ നിന്നും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനോഹരമായ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു. ആദാമിനെ ഉണ്ടാക്കുന്നതിന് മുൻപേ ഈ മനോഹരമായ ഭൂമി ഉണ്ടാക്കി. ദൈവം പടിപടിയായി മലകൾ, പുൽപ്രദേശം, ആകാശം, സുഗന്ധമുള്ള പുൽപ്രദേശം, വലിയ മരങ്ങൾ, വലിയ ചിറകുള്ള പക്ഷികൾ, മൂളുന്ന തേനീച്ചകൾ, വലിയ തിമിംഗലം, ഒച്ചുകൾ എല്ലാം ദൈവം സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യനോ വസ്തുക്കളോ സ്ഥലമോ ഇല്ലായിരുന്നു. മുകൾ ഭാഗമോ താഴഭാഗമോ ഇന്നലെയോ നാളെയോ ഇല്ലായിരുന്നു. ആരംഭമില്ലാത്തതായ ദൈവം മാത്രം. അതിനുശേഷം ദൈവം പ്രവർത്തിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ദൈവം വെളിച്ചത്തെ പകലെന്നും ഇരുളിനെ രാത്രിയെന്നും വിളിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. 2-ാം ദിവസം വിധാനത്തിന് കീഴെയുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. 2-ാം ദിവസം ഉണങ്ങിയ നിലം കാണട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം കൽപ്പിച്ചു, പുല്ലും വിത്തുള്ള ചെടികളും അതതു തരം വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. അങ്ങനെ സംഭവിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ശേഷം ദൈവം സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി. എണ്ണുവാൻ കഴിയാത്തവണ്ണം നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. ജലജന്തുക്കൾ, മീൻ, പക്ഷികൾ എന്നിവയെയും ദൈവം സൃഷ്ടിച്ചു. 5-ാം ദിവസം. വലിയ മീനുകളും ചെറിയ മീനുകളെയും കാൽ നീളമുള്ള ഒട്ടകപക്ഷികളെയും വെള്ളത്തിൽ വസിക്കുന്ന സകലതിനെയും ആകാശത്തിൽ പറന്ന എല്ലാതരം പക്ഷികളെയും ദൈവം ഉണ്ടാക്കി. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. അതിനുശേഷം ദൈവം വീണ്ടും കൽപ്പിച്ചു, ഭൂമിയിൽ നിന്ന് അതതു തരം ജീവജന്തുക്കൾ ഉണ്ടാവട്ടെ. എല്ലാത്തരം ജന്തുക്കൾ, പ്രാണികൾ, ഇഴജന്തുക്കളും ഉണ്ടായി. ഭൂമിയെ കുലുക്കുന്ന ആനകൾ, തിരക്കുള്ള നീർനായ, അച്ചടക്കമില്ലാത്ത കുരങ്ങ്, വൃത്തികെട്ട മുതലകൾ, ശരീരത്തിൽ പുളയ്ക്കുന്ന പുഴുക്കൾ, മണ്ണിൽ മാളമുണ്ടാക്കുന്ന അണ്ണാൻ, കഴുത്തിന് നീളമുള്ള ജിറാഫ്, കുറുകുന്ന പൂച്ചകൾ, എല്ലാത്തരം ജീവികളും ഉണ്ടായി. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. 6-ാം ദിവസം വേറെ ചില കാര്യങ്ങൾ ദൈവം ചെയ്തു. ഒരു പ്രത്യേകമായ കാര്യം. മനുഷ്യന് വേണ്ടിയുള്ള എല്ലാം ശരിയായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഭക്ഷണം, മനുഷ്യനെ സഹായിക്കുവാനുള്ള മൃഗങ്ങൾ. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവസ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവം ആദാമിനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് തക്ക ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. ദൈവം സകല മൃഗങ്ങളെയും പക്ഷികളെയും പേരിടുവാനായി ആദാമിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ആദാം എല്ലാത്തിനും പേരിട്ടു. ഇത് ചെയ്യുവാൻ ആദാമിന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും ഒന്നിനെ തനിക്ക് തുണയായി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദൈവം ആദാമിനൊരു ഗാഢനിദ്ര കൊടുത്തു. ഗാഢനിദ്രയിലായിരുന്ന ആദാമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയ സ്ത്രീ ആദാമിന് തക്ക തുണയായി. 6 ദിവസം കൊണ്ട് ദൈവം സകലതും ഉണ്ടാക്കി. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് വിശ്രമ ദിവസമായി. ഏദൻ തോട്ടത്തിൽ ആദാമും അവൻ്റെ ഭാര്യയായ ഹവ്വയും സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു. ദൈവം അവരുടെ കർത്താവും കരുതുന്നവനും സ്നേഹിതനുമായിരുന്നു.